നന്ദനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്ത് കാണായിത് ചിറകും കഴിഞ്ഞിങ്ങനെ വിക്രമം പൂണ്ട് ദേശങ്ങൾ അറിയാൻ വിഭ്രാന്തമാനസനായുടന്നങ്ങനെ ചൊന്നിച്ചെന്നേൻ നിശാകരതാവസൻ തന്നെ പുണ്യാശ്രമത്തിന് പുണ്യഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ളോരറിവ് നിമിത്തമായി എന്ത് സമ്പാദേ വിരൂപനായി വന്നതിൻ എന്തു മൂലം നിതാരാൽ അകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്ന് വ്യക്തമാവാൻ എന്തു പക്ഷം പരഗതി എന്നത് കേട്ട് ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെ കൂപ്പിത്തൊഴുതു ചോദിച്ചത് സന്നമായി വന്നു ചിറകും ദയാനിധേ, ജീവനത്തെ ധരിക്കേണ്ടും ഉപായം നിന്നേവം എന്നോട് ചൊല്ലിത്തരയണമേ എന്നതു കേട്ട് ചിരിച്ച് മഹാമുനി പിന്നത്തെ അവസരായരുളി ചെയ്തു. സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുക്ഷമീ ദേഹം നിമിത്തമീ ദുഃഖം അറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹദാഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യ സമുദ്ഭവം വസ്തുവായുള്ളോന്നഹങ്കാരമോർക്കീ. ചിച്ഛായോട് സംയുക്തമായ തപ്തതേ തപ്തമായുള്ളോരയ വിണ്ടവത്സദാ തേനേ തേന ദേഹത്തിന് താജ്ഞമായോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും നാഹന്തമൂനം ആത്മാവിനുമായ ദേഹോഹമദ്ദേവ കർമ്മ കർത്താഹം ഇത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശുകിപ്പോട്ടും ഭ്രമിച്ച് അതിതാത്പര്യവാൻ പുണ്യഭാവാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ ജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ച് സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ളും ഉത്തമാംഗം കൊള്ള വീഴുമതോ ഭുവി പുണ്യം ഒടുങ്ങിയാൽ എന്തു തന്മണ്ഡലേ എന്ന് പതിച്ച് നീഹാര സമേതനായി ഭൂമോപതിച്ച് ജല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ട് വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൻ എന്നതിൽ ഒന്ന് രേതസ്സായി ചമഞ്ഞത് ചെന്ന് ശ്രീമന്തിനി യോനിയിലായി വരും. യോനിരത്വത്തോട് സംയുക്തമായി വന്നു താനേ ജരയും ജരായു പരിവേട്ടിതമാവുമാം ഏകദിനേനകളെന്ന് കലലേമാർ ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസവേശിത്വം ഭവിക്കുന്നതിന്നത് മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശീരുതിരവരിപ്ലതമായി വരും. ആശുതത്യാമങ്കുരോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖവന്തിയും മുഖ്യവും സന്ധിക്കു നാസികാകർണ നേത്രങ്ങളും 5 മാസം കൊണ്ട് 8 മാസേ പുനർക്കിഞ്ചന പോലും പിഴയാതരേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുന്നത് സ്ഫുടം. പിന്നെ മെട്രോവർത്തനാഭിവായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരവിവൃത്തമായിടും ജഡരസ്ഥലാന്തരേ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാവിശൂത്രാലത്തരേന്ദ്രനെ മാതാവിനാൽ താം സാവേക്ഷമായ യുക്താന്നരസനത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹു മൃത്യുവരാനിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം
സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്യം വ്രതത്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. പുത്രധാരാത്ത ബന്ധുക്കൾ മന്ദവും എത്ര 100,000 കോടി കഴിഞ്ഞിത്. നിത്യ കുടുംബഭരണൈക സക്തനായി വിത്തമന്യായമായ അർജിച്ചിതന്നോഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ. കൃഷ്ണ കൃഷ്ണേരീ ജപിച്ചീലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്ന് ബാഹ്യസ്ഥലേൽ കൂടെ എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ. തൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ച് ചിന്തിച്ച് ജീവനും ഭക്യാ ഭഗവത് ശ്രുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിദൂജഭൂതലേ തഥാവേനിറക്കും വിധിവശാൽ. ശ്രുതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ വിടാന്നതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചെല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓട്ടോളമേതും പരാസഖി. നിന്നാൽ അനുഭൂതയായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാപരാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാമഹ മോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവന അസംദേഹമൂലം സഖേ. സ്ഥൂലസൂഷാത്മകദേഹദ്വയാൽപരം ഇരിപ്പതാത്മാപരം കേവലം. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം നഗന്നാത്മജ്ഞാനിയായ വാഴുക നീ. ഓം നമോ ഭഗവതേ ശ്രീരാം.